ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദീപ്തി സീതത്തോട് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ഒന്നും ആവശ്യമില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും ദീപ്തിയെ അറിയാനാണ് സാധ്യത, അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു യൂട്യൂബർ ആയിരിക്കാം ദീപ്തി സീതത്തോട്. അവർ പലപ്പോഴും പല വിവാദങ്ങളിലും വന്നു പെടാറുണ്ട്. അവരുടെ വിവാഹം അല്ലെങ്കിൽ ഡിവോഴ്സ്, പിന്നീടുണ്ടായ വിവാഹം, അതുപോലെ അവർ അഭിമുഖീകരിച്ചിരുന്ന ഒരു അസുഖം, അതേപോലെ അവർ ചെയ്യുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. അവർ സോഷ്യൽ മീഡിയയിൽ വളരെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ ദീപ്തി സീതത്തോടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അവരിപ്പോ 2-3 ദിവസം മുൻപ് ഒരു കുട്ടിയെ ദത്തെടുത്തു എന്ന് പറയാൻ പറ്റില്ല. അവര് നിയമപരമായിട്ട് ദത്തെടുത്തതല്ല, അവരൊരു കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചു. ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിയെ അവർക്ക് കൈമാറി. അവരത് അവരുടെ ചാനലിലൂടെ കാണിച്ചു. അതിനെ തുടർന്ന് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി. അപ്പോ അവര് ഒരുപാട് കാലങ്ങളായിട്ട് ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ദീപ്തി എന്ന് പറയുന്നത്. ആദിവാസികൾക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുക, അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, പച്ചക്കറി അല്ലെങ്കിൽ അവർക്ക് വേണ്ട പലചരക്ക് സാധനങ്ങൾ, അരി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട സാധനങ്ങൾ കൊണ്ടുകൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സ്, അവർക്ക് ആവശ്യമുള്ള ബാഗ്, വാട്ടർ ബോട്ടിൽ, അതേപോലെ അവർക്ക് തലയിലിടാനുള്ള ക്ലിപ്പ് പോലും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന വളരെ ഒരു ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ ദീപ്തി എന്ന് പറയുന്നത്. അവരൊരു നിയമപരമായിട്ട് അങ്ങനെ ഒരാളാണോ അല്ലെങ്കിൽ NGO അങ്ങനെയാണോ എന്ന് അറിയില്ല. എന്തായാലും അവരുടെ എല്ലാ വീഡിയോയിലും ആദ്യകാലത്തൊക്കെ ഉള്ള കണ്ടന്റ് തന്നെ അവരുടെ ആ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളാണെന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ളവര് ഇപ്പോ ഒരു ദിവസം ആ ആദിവാസി ഊരിലുള്ള, അവരുടെ സ്ഥലം പത്തനംതിട്ടയാണ്, സീതത്തോട്. അപ്പൊ അവിടെ മൊഴിയാറ് ആ ഭാഗത്തെ അവിടെ ഒരു ആദിവാസി ഊരിലുള്ള അവര് വളരെ കാലങ്ങളായിട്ട് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന അജിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ 3ാമത്തെ കുട്ടിയെ അവര് സ്വന്തം മകളായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ അവർ അജിതനെ കാണുന്നു. അജിത കാടിറങ്ങി വരുന്നു. റോട്ടിൽ വെച്ചിട്ട് ഈ കുട്ടിയെ കൈമാറുന്നു. അവര് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ആ കുട്ടിയെ കൊടുക്കുന്നത്. ആ കുട്ടിക്ക് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാവട്ടെ, ആ കുട്ടി നന്നായിട്ട് വളരട്ടെ എന്നുള്ള രീതിയിൽ തന്നെ അവർ ഈ ദീപ്തിയെ ആ കുട്ടിയെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ദീപ്തി വളരെ സ്നേഹത്തോടു കൂടെ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വരുന്ന വഴിക്ക് ആ കുട്ടിക്ക് വേണ്ട കളിപ്പാട്ടങ്ങളാണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നു. എന്നിട്ട് ദീപ്തിയുടെ ഹസ്ബൻഡും കൂടെ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ദീപ്തിയുടെ വീട്ടിൽ കുറേ പട്ടികള്, കുറേ മൃഗങ്ങള്, ഫാം, പിന്നെ ദീപ്തിയുടെ പാരന്റ്സും പിന്നെ ബ്രദറിന്റെ മോൻ, അങ്ങനെ കുറെ പേരുണ്ട് ആ വീട്ടിൽ. അവരുടെ ഇടയിലാണ് ഈ കുട്ടിയെ കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടെ വളരെ സന്തോഷമായിട്ട് ആ കുട്ടി കഴിയുന്നത്, ആ കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത്, അങ്ങനത്തെ കുറേ വിഷ്വൽസ് അവർ കാണിക്കുന്നുണ്ട്. പിന്നീട് ഈ വീഡിയോ കണ്ട ശേഷം ഒരുപാട് പേര് അവർക്കെതിരെ പരാതി കൊടുത്തു. ഇങ്ങനെ അനധികൃതമായിട്ട് ഒരു കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുന്നു, അതൊരു ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞിട്ട് ശിശു സംരക്ഷണ വകുപ്പിലേക്ക് ഒരുപാട് പേര് വാട്സാപ്പിലൂടെയും മെയിലിലൂടെയും പരാതി കൊടുത്തു. ഈ വീഡിയോ കണ്ടതിന് ശേഷം അങ്ങനെ അവരെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. അവിടുന്ന് ഈ കുട്ടിയെ തിരിച്ചു കൊടുക്കണം, ഇങ്ങനെ വളർത്താൻ നിയമമില്ല എന്ന് പറയുന്നു. അവർക്ക് ആ കുട്ടിയെ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നു. അവർ തിരിച്ച് ഈ കുട്ടീനെ തിരിച്ചേൽപ്പിക്കുന്നു. അതിനുശേഷം അജിത ഇങ്ങനെ ഈ കുട്ടിയെ കൊടുക്കാനുണ്ടായ സാഹചര്യം, ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നിരുന്നു അതിന്റെ ഇടയിൽ. അതിനെക്കുറിച്ചൊക്കെ അമ്മ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഈ കുട്ടിയെ വളർത്താൻ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ആ വ്ളോഗ് 2-3 വ്ളോഗായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. പിന്നീട് അവർ ആ കുട്ടിയെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് വളരെ വിഷമത്തോടുകൂടെ കരഞ്ഞ് അവരെ കാട്ടുന്ന തിരിച്ചു പോരാണ്. ഇതിലിപ്പോ അതിന്റെ അടിയിൽ ഒരുപാട് കമന്റുകൾ, അതൊരു വികാരം കൊണ്ട് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരുപാട് സങ്കടമുണ്ട്. ആ കുട്ടി കാടിനുള്ളിൽ നല്ല വിദ്യാഭ്യാസം കിട്ടാതെ, നല്ല ജീവിത സാഹചര്യം ഇല്ലാതെ ജീവിക്കുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് നാട്ടില് നല്ല ഒരു അമ്മയുടെയും നല്ല അച്ഛന്റെയും മകളായിട്ട് ജീവിക്കുന്നത്, നല്ല വിദ്യാഭ്യാസം കിട്ടുന്നത്, നല്ല ജീവിത നിലവാരം ഉണ്ടാവുന്നത്, നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്, ആ കുട്ടിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നത് ഒക്കെ വലിയ കാര്യമാണ്. അതൊക്കെ നഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ദീപ്തിയുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ പറിച്ചുകൊണ്ടു പോകാനുണ്ടായ നിയമം ഒക്കെ ഇവിടെ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ വീഡിയോയിൽ അവരുടെ സങ്കടങ്ങൾ കണ്ടിട്ട് വികാരത്തോടുകൂടെ ഒരുപാട് കമന്റുകൾ അതിന്റെ അടിയിലുണ്ട്. ഇവിടുത്തെ നിയമം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ കമന്റ്, ഇങ്ങനെയൊരു അവർക്ക് പരാതി കൊടുത്ത ആളുകളൊക്കെ എത്ര അധമ ചിന്തയുള്ള ആളുകളാണ്, എത്ര മോശം ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകളും അതിന്റെ അടിയിലുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഒരു വിഷയത്തിന് നമ്മുടെ ഒരു ഹൃദയത്തിലെ ആ ഒരു ലോല വികാരം വെച്ച് നേരിടേണ്ട ഒരു വിഷയമല്ല ഇത് എന്നുള്ളതാണ്. ഒരു കുട്ടിയെ ദത്തെടുക്കാൻ ഈ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. നമുക്കൊരു കുട്ടിയില്ല, അപ്പൊ നമ്മൾ ഉടനെ പോയിട്ട് ഒരു അനാഥാലയത്തിൽ ചെന്നിട്ട് ഞാനൊരു കുട്ടിയെ ദത്തെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, എനിക്കൊരു കുട്ടി വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ കയ്യിൽ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയല്ല ചെയ്യുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മളുടെ വീട്ടില് നമുക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ നമ്മളെ കുട്ടിയെ നമ്മൾ അടുത്ത വീട്ടിലുള്ള ചേച്ചീനെ സ്നേഹത്തോടു കൂടെ ഏൽപ്പിക്കാറുണ്ട്. നമ്മൾ ആ കുട്ടീനെ ആ ചേച്ചി വളരെ സ്നേഹത്തോടു കൂടെ നോക്കുന്നു എന്നുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ ഏൽപ്പിച്ച് പോവാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ ആളുകളെയും കാണിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ചർച്ചയാവുന്നും അതൊരു വിവാദമാവുന്നും അറിയാത്ത ആളല്ല ഈ ദീപ്തി എന്ന് പറയുന്ന വ്യക്തി. എത്രയോ വർഷങ്ങളായിട്ട് ഇത്തരം ആളുകളുടെ ഇടയിൽ, ആദിവാസികളുടെ ഇടയിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ആളാണ് ദീപ്തി എന്ന് പറയുന്നത്. ഇതിന്റെ നിയമവശം ദീപ്തിക്ക് അറിയില്ല എന്ന് വിശ്വസിക്കാൻ പറ്റും. ദീപ്തിക്ക് ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റുന്നത് ഇതാദ്യമല്ല
എന്ന് പറയാം. അവർക്ക് മുൻപും ഇതുപോലത്തെ ധാരാളം അബദ്ധങ്ങൾ പറ്റി ഇത്തരം കാര്യങ്ങളിൽ. അല്ലാതെ അവരുടെ ലൈഫിൽ അവർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ വിവാഹ ജീവിതം, ആദ്യത്തെ വിവാഹ ജീവിതം, നമ്മൾ അവരുടെ ആദ്യം വീഡിയോ കാണുന്ന സമയത്ത് അവരുടെ ഹസ്ബൻഡ്, കുടുംബം വേറെയാണ്. അവരുമായിട്ട് അവരൊരു നല്ല ജീവിതം ജീവിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. നല്ല ഭർത്താവ്, പിന്നെ ദീപ്തിയുടെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് സ്നേഹത്തില്, ഭർത്താവിനെ കാണിക്കുന്നില്ലെങ്കിൽ കൂടെ അവരൊരുപാട് യാത്രകൾ പോകുന്നു, ടൂറ് പോകുന്നു. അല്ലെങ്കിൽ ദീപ്തി ആദിവാസി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവ്, അദ്ദേഹത്തിനെ ഒരിക്കലും ഫ്രെയിമിൽ കാണിക്കുന്നില്ലെങ്കിലും അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളായിട്ട് തന്നെയാണ് ദീപ്തി നമ്മളെ മുന്നിലെ വീഡിയോയിലൂടെ അദ്ദേഹത്തിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ദീപ്തി വന്നിട്ട് പറയുന്നു, ഞാൻ ഡിവോഴ്സ് ആവാൻ പോകുന്നു, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവർ ഡിവോഴ്സ് ആവുന്നു. പിന്നെ ദീപ്തി കുറെ കാലം നന്നായിട്ട് പോകുന്നു. ആ സമയത്ത് ദീപ്തിയുടെ കൂടെ വീട്ടിലൊരു ഹെൽപ്പിന് നിന്നിരുന്ന ഒരു വ്യക്തി, ദീപ്തിയുടെ ഒരു ഫ്രണ്ടിന്റെ ബ്രദർ, ആ ബ്രദറുമായിട്ട് എല്ലാവരും കമന്റ് ഇടുന്നു, നല്ല വ്യക്തിയാണല്ലോ, അദ്ദേഹത്തിന് വിവാഹം കഴിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വിവാഹം കഴിക്കും. കമന്റ് ഇട്ടത് കൊണ്ട് വിവാഹം കഴിക്കുന്നു എന്നല്ല ദീപ്തി ആദ്യം പറയുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ പറ്റില്ല, ഞാൻ അങ്ങനെയല്ല കരുതുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് ആളുകൾ നിരന്തരമായിട്ട് കമന്റ് ഇടുന്നു. അവസാനം ദീപ്തി പറയുന്നു, ഞാൻ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന് വിവാഹം കഴിക്കും. പിന്നീട് ദീപ്തി വീണ്ടും മുൻ ഭർത്താവിനെ കുറിച്ച് വെളിപ്പെടുത്തലായിട്ട് വരുന്നുണ്ട്. അദ്ദേഹം വളരെ ക്രൂവലായിട്ടുള്ള മനുഷ്യനായിരുന്നു, എല്ലാ ദിവസവും ദീപ്തിയെ ഉപദ്രവിക്കുകയായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം ദീപ്തിക്ക് ഗുളിക കൊടുക്കും, വേദനയ്ക്ക് വേണ്ടിയുള്ള പെയിൻ കില്ലർ കൊടുക്കും, അങ്ങനെ വർഷങ്ങളോളം ദീപ്തിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ ദീപ്തി പറയുന്നു. ഇതിലും വലിയൊരു ആരോപണം ദീപ്തി പറയുന്നത്, ഇദ്ദേഹം നേരത്തെ വിവാഹിതനായിരുന്നു, 2 കുട്ടികളുണ്ടായിരുന്നു, ദീപ്തിക്ക് അത് അറിയില്ലായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ഡിവോഴ്സിന് കുറച്ചു മുൻപേ മാത്രമാണ് ദീപ്തി അത് അറിയുന്നത് എന്ന് പറയുന്നത്. ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ദീപ്തിയുടെ ഭർത്താവിന്റെ ബന്ധുക്കളെ ദീപ്തിക്ക് അറിയാം. ആരും ഒരാൾ പോലും ദീപ്തിയോട് പറയില്ല, ഇദ്ദേഹം മുന്നേ കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ട് കേട്ടോ എന്ന് ഒരു ബന്ധു പോലും ദീപ്തിയോട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ദീപ്തിയുടെ വിവാഹ സമയത്ത് ഇദ്ദേഹത്തിനെ പരിചയമുള്ള ആരെങ്കിലും പറയില്ലേ, ഇങ്ങനെ ഒരു ഭാര്യയുണ്ട്, ഇങ്ങനെ 2 കുട്ടികളുണ്ട് എന്ന് പറയില്ലേ? അതുപോലും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നീട് ഇത്രയും വർഷം, അത് 1-2 വർഷമല്ല, 8, 9, 10 വർഷം ഒന്നിച്ച് ജീവിച്ച ശേഷമാണ് ദീപ്തി ഇദ്ദേഹത്തിന് വേറെ ഭാര്യയും കുട്ടിയുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ ദീപ്തി ആ വിവാഹം വേണ്ടാന്ന് വെച്ചു എന്നാണ് ദീപ്തി പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ ഇത്രയും വിഡിത്തൊരാൾ ചെയ്യുമെന്ന് തോന്നിപ്പോവും. കാരണം ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും കാര്യങ്ങൾ ബോൾഡായിട്ട് ചെയ്യുന്ന, അവരങ്ങനെ ഒരു എല്ലാവരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കുന്ന, എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാൻ കഴിയുന്ന നല്ല ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് ഈ ദീപ്തി എന്ന് പറയുന്നത്. എന്നിട്ട് സ്വന്തം ലൈഫിൽ ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നുന്നുള്ളതാണ്. അവര് അത്രയും വർഷം ആ ഭർത്താവിന്റെ ഉപദ്രവം സഹിച്ചു. അതൊരു ടോക്സിക് പേഴ്സണാലിറ്റിയാണ് ആ വ്യക്തി എന്ന് പോലും അവർക്ക് അത്രയും കാലം മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത്ഭുതം തോന്നും. ഇത്തരം ബന്ധങ്ങളിൽ ഇറങ്ങി വരണം എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. സാധാരണ വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കാന്ന് പറയാം. അവർ മനസ്സിലാക്കുന്നില്ല ഭർത്താവ് ഇങ്ങനെ ടോക്കാണ്. ഇത് വിദ്യാഭ്യാസമുള്ള ആളാണ് ദീപ്തി എന്ന് പറയുന്നത്. നല്ല ജോലി ചെയ്തിരുന്ന ആളാണ്, നല്ല ബോൾഡായി സംസാരിക്കുന്ന ആളാണ്, എല്ലാ സബ്ജക്റ്റിനെയും കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. എന്നിട്ട് പോലും അത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ലൈഫിൽ അങ്ങനെ പലതും നമുക്ക് തോന്നിയ സമയത്ത് തോന്നിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ പോയി, ഇങ്ങനത്തെ പല മണ്ടത്തരങ്ങളും നമ്മൾ കുറെ കാലം തുടർന്ന് പോയിക്കൊണ്ടിരിക്കാറുണ്ട്. അങ്ങനെയാണ് എന്ന് വിചാരിക്കാം. അത് പോട്ടെ, അതൊരു വ്യക്തിപരമായ കാര്യമാണ്, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ദീപ്തി ഇതിനു മുൻപ് ആദിവാസി മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിചയമുള്ളൊരു കുട്ടി, പ്രായപൂർത്തിയാവാത്തൊരു കുട്ടി ഗർഭിണിയായ ഒരു സംഭവം ഉണ്ടായി, ഒരു ആദിവാസി കുട്ടി. ദീപ്തി വളരെ വികാര വിക്ഷോഭത്തോടുകൂടെ വന്നൊരു വീഡിയോ ചെയ്തു. ഇങ്ങനെ ആദിവാസി കുട്ടി ഗർഭിണിയായി, വലിയ സംഭവമാണ്, ഞാൻ മുന്നേയും വാണിംഗ് കൊടുത്തിരുന്നു, ഏതൊരു പയ്യൻ, ആ പയ്യനുമായിട്ട് ഉള്ള അടുപ്പം ഒഴിവാക്കണമെന്ന് ഈ കുട്ടിയുടെ മാതാപിതാക്കളോട് വാൺ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു വലിയ വീഡിയോ ചെയ്തു. വീഡിയോ വിവാദമായി. സ്വാഭാവികമായിട്ടും ഇതിന്റെ ആദിവാസി പട്ടികവർഗ വികസന വകുപ്പായിരിക്കണം ആരൊക്കെയോ ഇതിലിടപെട്ടു. ഇത്തരം കാര്യങ്ങൾ ആദിവാസികളെ കുറിച്ച് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇത്തരം ന്യൂസുകളൊന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. ദീപ്തി അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ അത് വലിയ വിഷയമായി. അങ്ങനെ ദീപ്തിയോട് ഇനി കാട്ടിൽ പോവരുതെന്നും ആദിവാസികളെ കാണരുത്, അനാവശ്യമായിട്ട് അവരെ കാര്യങ്ങളിൽ ഇടപെടരുത്, അവരുടെ വീഡിയോ എടുത്ത് പുറത്തു വിടരുത് എന്നൊക്കെ ഉള്ള വലിയ വിലക്കുണ്ടായി. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി, അതുപോലെ ആ ആദിവാസി ഊരിൽ നിന്നും ഉണ്ടായി എന്നാണ് തോന്നുന്നത്. ദീപ്തി പിന്നീട് അങ്ങനെ പരസ്യമായിട്ടുള്ള വീഡിയോകൾ കാണിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം ദീപ്തി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. പിന്നെ അവിടെ എന്ത് വിഷയം നടന്നു എന്നറിയില്ല. ദീപ്തി ഇങ്ങനെ ചെയ്യുന്ന ചാരിറ്റികൾ, ആദിവാസി കുട്ടികൾക്ക് ബാഗ് കൈമാറുന്നു, ഇതൊക്കെ ദീപ്തി വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമായിക്കൊള്ളിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, എന്താണെന്ന് അറിയില്ല. അതൊക്കെ വളരെ പരസ്യമായിട്ട് വീഡിയോ എടുത്ത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു ആദ്യകാലം. ദീപ്തി ഇതേപോലെ തന്നെ ഒരു ഉണ്ടപ്പൻ എന്തോ പറഞ്ഞിട്ടൊരു കുട്ടിയെ ഇതേപോലെ ദത്തെടുത്തു. ഇനി ഇവൻ ഞങ്ങളുടെ മകനായിട്ട് വളരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന്, ചെറിയൊരു ആൺകുട്ടി, ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവരുന്നു, കുളിപ്പിക്കുന്നു, ഉറക്കുന്നു, സ്നേഹിക്കുന്നു. ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ കൈക്കുഞ്ഞാണ് ആ കുട്ടി. അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന കുട്ടി ആ കുട്ടിയുടെ അച്ഛനെയും അമ്മേനെയും കുറിച്ച് പറയാൻ തയ്യാറാവുന്നില്ല. അതിലൊക്കെ സ്വാഭാവികമായിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ കാണിക്കുമ്പോൾ പരാതി വരുന്നുള്ള കാര്യം അറിയാത്ത ഒരാളൊന്നും ആവില്ല. ദീപ്തി പിന്നെ ആ കുട്ടിയെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാതെയായി. പിന്നെ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അതിന്റെ മാതാപിതാക്കളൊക്കെ
ഈ അച്ഛനും അമ്മയും, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് അതിനെ നോക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ദീപ്തിക്ക് കൊടുത്തു എന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ അതിന്റെ കാരണമായിട്ട് പറയുന്നത് മാതാപിതാക്കൾ ഒന്നിച്ചത് കൊണ്ട് ഞാൻ ആ കുട്ടിയെ തിരിച്ചു കൊടുത്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അത് സത്യത്തിലും അതും ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ വേറുള്ളവരുടെ കുട്ടികളെ ഒന്നും ഒരു നിയമം നോക്കാതെ ഒരിക്കലും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഈ വിഷയത്തിലാണെങ്കിലും ഒരു ആദിവാസി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് എടുത്തിട്ട് വീഡിയോ ഇടുമ്പോൾ അതിന് ഒരുപാട് നിയമവശങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ഈ ആദിവാസി മേഖലയിലൊക്കെ വെറുതെ അങ്ങ് പോയിട്ട് പ്രവർത്തിക്കുക, വെറുതെ അത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കുക, ഇതൊന്നും അത്ര അലൗഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. ആദിവാസികൾ എന്ന് പറയുന്ന സംരക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. അവരെ ഇവിടെ സംരക്ഷിക്കാൻ വ്യക്തമായിട്ടുള്ള നിയമങ്ങളും വ്യക്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റും വ്യക്തമായ ഗവൺമെന്റ് സംവിധാനങ്ങളും ഈ നാട്ടിലുണ്ട്. നമ്മളെപ്പോഴും ആദിവാസികൾ എന്ന് വിചാരിക്കുമ്പോൾ അവർ ഒരുപാട് കാടിന്റെ ഉള്ളിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, അവർക്ക് ഈ വേണ്ട സൗകര്യങ്ങൾ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരാണ് കൂടുതൽ. ഇവരെ കുറിച്ച് അറിയാത്തവർ കൂടുതൽ. ഒരു നാട്ടില് ഒരു ബ്ലോക്കില് അവിടുത്തെ ജനസംഖ്യയുടെ 50%-50%ഓളമെങ്കിലും ആദിവാസികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസ് ITDP എന്ന് പറയുന്ന ഇന്റഗ്രേറ്റഡ് ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഓഫീസ് ആ നാട്ടിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിൽ ആവശ്യമുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും, ആദിവാസി വിഭാഗത്തിൽ തന്നെ പെട്ട പ്രൊമോട്ടർമാരുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ആദിവാസികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ഇവരെ ഏർപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ്. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പേര് അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഗവൺമെന്റ് സംവിധാനങ്ങളുണ്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഴക്കാലം വരുമ്പോൾ മിക്ക ആദിവാസി ഊരുകളും ഒറ്റപ്പെട്ടു പോകും ചില പ്രദേശങ്ങളിൽ. ഇപ്പൊ ഈ വയനാട്, നിലമ്പൂർ എന്നൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ, വനമേഖലയുള്ള സ്ഥലങ്ങളിൽ, മലവെള്ളം വരുന്ന സ്ഥലങ്ങളിൽ, ഉരുൾപൊട്ടലുണ്ടാവുന്ന സ്ഥലങ്ങളിൽ, ആ പ്രദേശങ്ങളിലൊക്കെ ആദിവാസി ഊരുകൾ ഒറ്റപ്പെട്ടു പോകാറ്. അപ്പൊ തീർച്ചയായിട്ടും സർക്കാർ നേരത്തെ തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ആദിവാസി ഊരുകളിൽ ആദ്യം തന്നെ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, അരിയാണെങ്കിലും പയറാണെങ്കിലും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കമ്പിളി, അവർക്ക് വേണ്ട കൊട, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. അവർ ആ മഴക്കാലം എങ്ങനെ തരണം ചെയ്യുന്നുള്ള രീതിയിൽ അതെല്ലാം സംവിധാനങ്ങളും ആദ്യം തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നീട് അവർക്ക് നാട്ടിൽ വീട് വെച്ചു കൊടുക്കുക, അവർക്ക് പ്രത്യേക സ്ഥലം കൊടുത്തിട്ട് അവിടെ വീടുകൾ സ്ഥാപിച്ചു കൊടുക്കാറുണ്ട്. അവർ മിക്കവരും കാടിന്റെ ഉള്ളിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് ഇപ്പോൾ ഈ ചോലനായിക്ക എന്നൊക്കെ പറയുന്ന വളരെ റെയർ ആയിട്ടുള്ള, എണ്ണത്തിൽ വളരെ കുറവായിട്ട് സംരക്ഷിക്കപ്പെടേണ്ട, അവരുടെ പ്യൂരിറ്റിയോടുകൂടെ സംരക്ഷിക്കപ്പെടേണ്ട ഒത്തിരി വിഭാഗങ്ങൾ ആദിവാസികളുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ള പല ആളുകളും കാടിനുള്ളിൽ അളയിലൊക്കെ താമസിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. അവർക്ക് നാട്ടിൽ വീട് വെച്ചു കൊടുത്താൽ പോലും അവർ ആ വീടിൽ താമസിക്കാൻ തയ്യാറാവാതെ തിരിച്ച് കാട് കയറി കാട്ടിൽ ഗുഹയുടെ ഉള്ളിലും അവരുണ്ടാക്കുന്ന കുടിലിനുള്ളിലും അങ്ങനെ താമസിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ അകത്ത് പോയി താമസിക്കുന്നുണ്ട്. അങ്ങനത്തെ ഊരുകളിൽ പോലും ഇവര് ഈ ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് അവർക്ക് അരി എത്തിച്ചു കൊടുക്കുക, അവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്നതാണ് എന്നുള്ളത്. അവർക്ക് മെഡിക്കൽ ആവശ്യങ്ങൾ ഉണ്ടെച്ചാൽ അത് എത്തിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ഉദ്യോഗസ്ഥരുണ്ടായിരിക്കാം കള്ളത്തരം കാണിക്കുന്ന, ഇതിൽ നിന്ന് കൈയിട്ട് വാരുന്ന, കൃത്യമായിട്ട് എത്തിക്കാത്ത ഉദ്യോഗസ്ഥരുണ്ടായിരിക്കാം. ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ടായിരിക്കാനാണ് സാധ്യത. അല്ലാതെ അവരെ സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ കാടിനുള്ളിൽ ഏകാധ്യാപക വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ നല്ല വിദ്യാലയങ്ങൾ കാടിനുള്ളുണ്ട്. അവർ പുറത്ത് വരികയാണെങ്കിൽ അവർക്ക് ഏത് കുട്ടികൾക്കും നല്ല ഹോസ്റ്റൽ സംവിധാനങ്ങളുണ്ട്, നല്ല സ്കൂളുകൾ, ട്രൈബൽ അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സ്കൂളുകൾ, അല്ലെങ്കിൽ അവർക്ക് കോമൺ ആയിട്ടുള്ള സ്കൂളുകൾ, അങ്ങനെയുള്ള സ്കൂളുകൾക്ക് അവർക്ക് പഠിക്കാനും അതിനാവശ്യമുള്ള ഗ്രാൻറ്റും, അവർക്ക് കോളേജിൽ പോകാനും, അവർക്ക് നല്ല വിദ്യാഭ്യാസം നേടാൻ, സൗജന്യ വിദ്യാഭ്യാസം നേടാൻ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനങ്ങൾ, അടിസ്ഥാന സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് അവർക്ക് വീണ്ടും ചെന്നിട്ട് കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് കുറെ അരി കൊടുത്തുകൊണ്ടോ കുറെ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നു, അത് വീഡിയോ ആക്കി ചെയ്യുന്നു. ഇത് ആദിവാസികൾക്ക് എന്തോ ആരും സഹായിക്കാനില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്ന പോലെ ഉള്ള ഒരു അവസ്ഥയാണെന്ന് പറയാം. അവരെ മാക്സിമം ഉയർത്തിക്കൊണ്ടുവരാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അവർക്ക് ആവശ്യമുള്ള സംവരണം കൊടുത്തിട്ട്, അവർക്ക് ആവശ്യമുള്ള ഗ്രാന്റ് കൊടുത്തിട്ട്, അവർക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവരുടെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെന്റും ചെയ്യുന്നുണ്ട്. അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഇവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ദീപ്തി എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ്. അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ സഹായിക്കണം എന്നുള്ള മനസ്സ് ഏറ്റവും വലിയ മനസ്സ് തന്നെയാണ്, അല്ല എന്ന് പറയുന്നത്. പക്ഷെ അത് ഇത്തരം രീതിയിൽ അവർ കൊണ്ടുപോയി കാണിക്കുമ്പോൾ ആളുകൾ പ്രതികരിക്കും. ആളുകൾ നെഗറ്റീവും പോസിറ്റീവും പറയുന്നവരായിരിക്കും. അവരിപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആയിട്ടോ ഒരു പബ്ലിസിറ്റി അല്ലാതെയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാരും അറിയൂല്ല, അവർക്ക് അത് തുടർന്ന് പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അവരിപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുവന്ന് ഇത്ര വലിയ കണ്ടന്റ് ആയിട്ട് ഞാൻ കാട്ടിലെ മകളെ ഞങ്ങൾക്ക് സ്വന്തം എന്നൊക്കെ ക്യാപ്ഷൻ ഇട്ടിട്ട് അവർ വീഡിയോ ചെയ്യുമ്പോൾ അവർ ഈ നിയമങ്ങളൊന്നും ഇത്രയും വർഷം ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ച
വെച്ച് അവർ ഈ നിയമങ്ങളൊന്നും അറിയാത്ത ആളാവണമെന്നില്ല. നമുക്ക് ആദിവാസി വിഭാഗത്തിൽ നിന്നല്ല ഏതൊരു കുട്ടിയെയും ദത്തെടുക്കുമ്പോൾ അതിന് വ്യക്തമായ നിയമങ്ങളുണ്ട് ഇവിടെ. നമുക്ക് വെറുതെ ഒരു അനാഥാലയത്തിൽ ചെന്നിട്ട് ഞാനൊരു കുട്ടിയെ ദത്തെടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു കുട്ടിയെ തരണം, ഇവിടെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഇഷ്ടം പോലെ കുട്ടികളെ ഇല്ലെന്നൊന്നും ചോദിച്ചാൽ ആരും ഒരു ദത്തെടുക്കാൻ തരില്ല. നമ്മളെ സ്വത്തിന്റെ ഇത്ര ശതമാനം കൃത്യമായിട്ട് ആ കുട്ടിയുടെ പേരിൽ എഴുതി വെച്ച് ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമായിരിക്കുന്ന ഉറപ്പ് കിട്ടിയ ശേഷം അവരൊരു കുട്ടിയെ ദത്ത് കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. അത് ഇവിടുത്തെ ഒരു നിയമം മോശമായത് കൊണ്ടല്ല. ഒരു കുട്ടി ആരുടെ അടുത്ത് പോകുന്നു, അവിടെ സുരക്ഷിതമായിട്ടാണോ ജീവിക്കുക എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇവിടെ അവയവ മാഫിയകളുണ്ട്, മനുഷ്യക്കടത്തുണ്ട്, എന്തൊക്കെ രീതിയിൽ കുട്ടികൾ ഉപയോഗിക്കപ്പെടും നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്ര കർശനമായിട്ടുള്ള നിയമങ്ങൾ ഈ നാട്ടിൽ നടപ്പാക്കുന്നത് എന്നുള്ളതാണ്. അതിനൊക്കെ ഈ നാട്ടിലെ മനുഷ്യരെ ഉപദ്രവിക്കുന്ന നിയമങ്ങൾ എന്നൊക്കെ വികാരം കൊണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അത് ഇവിടുത്തെ നിയമമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിയമം അത് തെറ്റായ നിയമങ്ങളാണെങ്കിൽ അത് മാറ്റി എഴുതാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അതിന്റെ നിയമപരമായിട്ടുള്ള രീതിയിൽ പോയി നോക്കണം. പൊതുവായിട്ടുള്ള ഒരു നിയമത്തിന് വേണ്ടി പോയി നോക്കണം. അല്ലാതെ വെറുതെ ഇതിനെതിരെ ഒരു വാക്കുകൊണ്ട് വികാരം പുറപ്പെടുവിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ അതിനെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ഇതിന്റെ അടിയിലൊക്കെ എല്ലാവരും നെഗറ്റീവ് അല്ലെങ്കിൽ ഇതിന് പരാതി കൊടുത്തവർക്കെതിരെ പറയുന്നുണ്ട്. പരാതി കൊടുത്തവരുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഈ ദീപ്തി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള അസൂയ കൊണ്ടോ കുശുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ വളരെ മോശമായിട്ടുള്ള ചിന്താഗതി കൊണ്ടോ ഒരു പരാതി കൊടുത്തവർ തന്നെയാണെന്ന് പറയാം. ആ കുട്ടിയുടെ നന്മയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ കുട്ടിയുടെ ദീപ്തിയുടെ കൂടെ നല്ല സുരക്ഷിതമായിട്ട് വളരുന്നു വിചാരിച്ചിട്ട് അവർക്കത് വിട്ടുകളയാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് പരാതി കൊടുത്ത ആളുകളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടല്ല പറയുന്നത്. പക്ഷെ ഇവിടുത്തെ നിയമവ്യവസ്ഥയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ നിയമം ഈ കുട്ടികളുടെ സുരക്ഷ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് നിർമ്മിച്ചിട്ടുള്ള നിയമം തന്നെയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിടുമ്പോൾ ഇതൊരു വിഷയമാവുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ദീപ്തിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ ദീപ്തി അതിന്റെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്, ഇത് വെറുതെ കണ്ടന്റ് ആണിത്, അവർക്കിതൊരു കണ്ടന്റ് ആണ്, അങ്ങനെ പറയുന്നവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ദീപ്തിക്ക് വ്യക്തമായിട്ട് അറിയാം ഇങ്ങനെ ഒരു കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടാൽ അത് വിഷയമാവും എന്നുള്ള കാര്യം ദീപ്തിക്ക് വ്യക്തമായിട്ട് അറിയുന്നത് തന്നെയായിരിക്കും. കാരണം അവർക്ക് മുൻപും അനുഭവമുണ്ട്. അവർ ഈ ആദിവാസി പെൺകുട്ടിയുടെ പ്രായപൂർത്തിയാവാതെ പ്രസവിച്ച സമയത്തുള്ള വീഡിയോയ്ക്ക് അടിയിൽ വന്ന കമന്റുകളും അതിന്റെ നിയമ നടപടികളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അവർക്ക് അറിയാവുന്നതേ ഉള്ളൂ. അവർ നേരത്തെ ഇതേപോലെ ഒരു കുട്ടിയെ ദത്തെടുത്തതും അതിന് ദത്തെടുത്തു എന്നല്ല ഒരു എടുത്തു വളർത്താൻ ശ്രമിച്ചതും ഇതുപോലെയുള്ള കമന്റുകൾ വന്നതും അവർ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും വർഷം ആദിവാസി മേഖലയിൽ പ്രവർത്തിച്ച അവർക്ക് ആദിവാസികളെ കുറിച്ചുള്ള നിയമങ്ങൾ അറിയില്ല എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. പിന്നെ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ എന്തോ താഴ്ന്ന അങ്ങനെ വിചാരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഒരു നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അവരത് എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് എത്രമാത്രം അറിവുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ബോധവൽക്കരിച്ചു കൊടുക്കുക. അവർക്ക് ഇത്രയും ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കാനുള്ള അവസരമുണ്ടെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ അവർ തിരിച്ച് ഈ കുട്ടിയെ അജിത എന്ന് പറയുന്ന ആ കുട്ടിയുടെ അമ്മയെ ഏൽപ്പിക്കും. അതിനുശേഷം അജിത ഇരുന്നിട്ട് ആ അജിത എന്തുകൊണ്ട് ഈ കുട്ടിയെ കൊടുക്കാൻ തയ്യാറായി എന്നുള്ള അവരുടെ ഒരുപാട് വിഷമം നിറഞ്ഞ ഒരു കഥ പറയുകയും ചെയ്തു. ദീപ്തി അത് കേട്ടിരുന്ന് കരഞ്ഞു. ഈ അജിത പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരറിയാത്തൊരു പ്രായത്തിൽ ഒരു 20 വയസ്സുള്ള സമയത്ത് അവരുടെ ഹസ്ബൻഡിന് 22 വയസ്സുള്ള സമയത്ത് പക്വതയെത്താത്ത പ്രായത്തിലായിരുന്നു അവരുടെ വിവാഹം. അവർക്ക് കുട്ടികളുണ്ടായി. ഹസ്ബൻഡ് പക്വതയെത്താത്ത പ്രായത്തിൽ 22 വയസ്സിൽ കളിച്ചടക്കുന്ന പ്രായത്തിൽ വിവാഹം കഴിച്ചതുകൊണ്ട് ഉത്തരവാദിത്തം ഇല്ലാത്ത ആളായിരുന്നു എന്നും അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നും അവർ പറയുന്നുണ്ട്. അവർക്ക് 4 കുട്ടികളുണ്ട്. മൂത്ത കുട്ടി വയ്യാത്തൊരു കുട്ടിയാണ്, രണ്ടാമത്തെ കുട്ടിയുണ്ട്, മൂന്നാമത്തെ കുട്ടിയാണ് ഈ ദീപ്തി സ്വീകരിച്ച കുട്ടി, നാലാമതും അവർക്കൊരു കുട്ടിയുണ്ട്. അവരുടെ കയ്യിൽ കൈക്കുഞ്ഞായിരിക്കുന്ന ഒരു കുട്ടി എന്ന് വെച്ചാൽ ഹസ്ബൻഡ് അവരുടെ കൂടെ ഇപ്പോഴും ഉണ്ടെന്നാണ് ഉണ്ട്. അപ്പോൾ അവരതിനെ വളരെ ലഘൂകരിച്ച് നമുക്ക് ഈ ദീപ്തി എന്ന് പറയുന്ന വ്യക്തിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചല്ല ആ വ്യക്തി, ഈ അജിത എന്ന് പറയുന്ന വ്യക്തി അതിന്റെ കാരണം ഇത്രയും കുട്ടികളുണ്ടായി അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. അവർക്കൊരു കമന്റ്, അവർ വളരെ വിഷമിച്ച് വായിച്ചൊരു കമന്റ് എന്ന് അവർ പറയുന്നുണ്ട്. വളരെ എന്നെ ഏറ്റവും വിഷമിച്ച കമന്റ് ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അജിത എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. നിനക്ക് പെറ്റുകൂട്ടാൻ വളർത്താൻ കഴിയില്ലെങ്കിൽ നീ എന്തിനാ പെറ്റുകൂട്ടുന്നതെന്നൊരു കമന്റ് അതിൽ വന്നു എന്ന് പറയും. ആ ഒരു ലാംഗ്വേജ് മനുഷ്യനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഹാർഷായിട്ട് അല്ലെങ്കിൽ ക്രൂരമായ രീതിയിൽ ഇട്ട ഒരു കമന്റ്. ആ കമന്റിൽ ആ ശൈലി മാത്രമേ ഉള്ളൂ ക്രൂരത എന്ന് പറയുന്നത്. ആ പറയുന്ന സബ്ജക്റ്റിൽ ഒരു വലിയ സത്യം ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു കുട്ടി, ആ കുട്ടിയെ ജീവിക്കാൻ, ആ കുട്ടിക്ക് നല്ല സുരക്ഷിതമായിട്ടോ സന്തോഷമായിട്ടോ അതിന്റെ എല്ലാ സന്തോഷത്തോടും കൂടിയോ ജീവിക്കാനുള്ള ഒരു സാഹചര്യമല്ല എങ്കിൽ ആ ഒരു സാഹചര്യത്തേക്ക് ആ കുട്ടിയെ വരുത്താതിരിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു അച്ഛനും അമ്മയും അവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ, അജിത പറഞ്ഞ കാര്യമാണ്, ഒരാള് വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ കുട്ടികൾ ഉണ്ടായിരിക്കും. കുട്ടികൾ ദൈവം തരുന്നതാണ്, നമുക്ക് കൊന്നു കളയാൻ പറ്റില്ലല്ലോ. അത് ദൈവം തരുന്നതാണ് എല്ലാരെയും, അത് നമ്മൾ സ്വീകരിക്കുകയല്ലേ പറ്റുള്ളൂ എന്ന് അജിത പറയുന്നുണ്ട്. നമ്മളെ നാട്ടില് എത്രയോ മുന്നേ ഇതുപോലെ ആളുകൾ ദൈവം തരുന്നതാണെന്ന് കരുതിയിട്ട് കുട്ടികളെ സ്വീകരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഈ അജിത ഈ പറഞ്ഞ കാര്യം ഒരു 25 കൊല്ലം മുന്നേ ആയിരുന്നു. അതൊരു കോമൺ ഓക്കെ കാര്യമായിരുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മളെ നാട്ടിൽ
ഇപ്പോൾ ഈ ദൈവം തരുന്നതാണ്. അജിതയ്ക്ക് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നു 90% ആളുകൾക്കും ദൈവം ഇത് തരാൻ തയ്യാറാണ്. എത്ര വേണമെങ്കിലും തരാൻ തയ്യാറാണ്. നമ്മൾ 20-25 വയസ്സിൽ വിവാഹം കഴിച്ചാൽ ഒരു 45-50 വയസ്സ് വരെ സാധാരണ ഒരു സ്ത്രീകൾക്ക് ആർത്തവിരാമം കഴിയുന്നത് വരെ പ്രസവിക്കാൻ സാധിക്കും. ദൈവം തരുന്നതാണെന്ന് കരുതി നമ്മൾ ആ കുട്ടികളെയൊക്കെ സ്വീകരിച്ച പണ്ടത്തെ കാലത്തെ പോലെ 10 കുട്ടികൾ, 12 കുട്ടികൾ, 14 കുട്ടികൾ ഒക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം ഇവിടുത്തെ എല്ലാ സ്ത്രീകൾക്ക് വിവാഹം കഴിച്ച് കഴിയുന്ന മാതാപിതാക്കൾക്ക്, ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ദൈവം തരുന്നതൊക്കെ സ്വീകരിക്കാനാണെങ്കിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന ജനസംഖ്യാ വിസ്ഫോടനം സംഭവിച്ച് ആവശ്യത്തിന് ഭക്ഷണമില്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സൊമാലിയ പോലുള്ള ഒരു നാടായിട്ട് മാറിയേനെ. അത്രയും ജനങ്ങളുള്ള ഒരു നാട്ടില് എല്ലാ മനുഷ്യന്മാരും ദൈവം തരുന്നത് മുഴുവൻ വാങ്ങാൻ നിന്ന ഈ നാട് മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറയില്ലേ. ഈ ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനെക്കുറിച്ച് അജിത പറയുന്നുണ്ട്. എനിക്കറിയാം ഇത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ, ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ എത്ര കുട്ടികൾ വേണം എന്നുള്ളതെന്ന് പറയുന്നത്. ശരിയാണ്, എല്ലാവർക്കും ആഗ്രഹം കാണും കുറേ കുട്ടികൾ വേണം. നമ്മൾ ഈ സുരേഷ് ഗോപിനെയൊക്കെ വിവാഹം കഴിഞ്ഞ് 4 കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്ന ഫോട്ടോ കാണും, അല്ലെ കൃഷ്ണകുമാറും ഭാര്യയും 4 കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്ന ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. നല്ല രസമുള്ള കുറേ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷേ അവർക്ക് ആ കുട്ടികളെ വളർത്താനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് അത് കാണുമ്പോൾ നമുക്ക് നല്ല രസമാണ്. നമ്മൾ ഈ റോഡിലൊക്കെ 4-5 കുട്ടികളെ, ഒരു കുട്ടീനെ ഒക്കത്തും, ഒരു കുട്ടീനെ കയ്യിലും, ഒരു കുട്ടി ചുറ്റും ഓടിക്കളിക്കുന്ന കുറച്ച്, അങ്ങനെ കുട്ടികളും കുറേയായി നിൽക്കുന്ന ഒരു നാടോടിയ സ്ത്രീയെ കാണുമ്പോൾ നമുക്ക് ഈ കൗതുകമാണോ തോന്നുക, ഈ സന്തോഷമാണോ തോന്നുക? ഒരിക്കലും അല്ല എന്നുള്ളതാണ്. ഞാൻ അജിതയെ മോശമാക്കി പറഞ്ഞതല്ല. ഈ കുട്ടികൾക്ക് നല്ല സുരക്ഷിതമായിട്ടും സന്തോഷമായിട്ടും നല്ല ജീവിത നിലവാരത്തിലും വളരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കുട്ടികളെ വേണമെങ്കിലും ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് എത്ര കുട്ടികളെയും, ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ കുട്ടികൾ ഉണ്ടാവുന്നത് എന്ന് വേണമെങ്കിൽ പറയാന്നുള്ളതാണ്. പക്ഷെ നമുക്ക് നമ്മളുടെ ഉദരത്തിൽ നമ്മൾ പ്രസവിച്ച് വളർത്തുന്ന ഒരു കുട്ടിക്ക് അവർക്ക് ഒരു അനുയോജ്യമായിട്ടുള്ള ജീവിത നിലവാരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവർക്ക് 4 നേരം ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവർക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കുട്ടികളെയും പോലുള്ള ഒരു നല്ല വിദ്യാഭ്യാസമോ നല്ല ജീവിത സാഹചര്യമോ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ എപ്പോഴും ഒരു ബർത്ത് കൺട്രോളിനെ കുറിച്ചോ ഈ അജിത പറഞ്ഞ ലിമിറ്റ് ചെയ്യാം അതിനെക്കുറിച്ചോ ചിന്തിക്കേണ്ടതാണ്. അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത് അവർ തന്നെ പറഞ്ഞ വാക്കുന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്വതയില്ലാത്ത മനുഷ്യൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ കുട്ടികൾ ഉണ്ടാക്കുന്ന അതിനെക്കുറിച്ച് പറയണ്ട. നമ്മൾ ആ കുട്ടിയെ, അജിത എന്ന് പറയുന്ന കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ ഈ രാജ്യം ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്ന ശേഷമാണ് ഈ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പണ്ടത്തെ പോലെ നമ്മളെ മുത്തശ്ശിമാരെ പോലെ 10 മക്കൾ 12 മക്കളാണെങ്കിൽ എത്ര ജനങ്ങൾ ഈ നാട്ടിലുണ്ടായിരിക്കും. നമ്മൾ ഈ കാര്യത്തിൽ ഒരു നന്ദി പറയേണ്ട ഒരു വ്യക്തിയുണ്ട്, സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി. ആ മനുഷ്യന്റെ ഇച്ഛാശക്തി, ആ മനുഷ്യൻ ചെയ്ത കുറെ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടെന്ന് പറയാം, വേണമെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയാം. ഈ ജനസംഖ്യാ നിയന്ത്രണത്തിനെ കുറിച്ച് തന്നെ നമുക്ക് മോശമായിട്ട് പറയാം. അന്നൊരു 20 വയസ്സ് എന്തുള്ള വിവാഹം കഴിക്കാത്ത ആദിവാസിയൊക്കെ നിർബന്ധിതമായിട്ട് ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള സർജറി ചെയ്യിപ്പിച്ചു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് ഈ നാട്ടിൽ ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ള ആശയം നടപ്പിലായതെന്ന് വേണമെങ്കിൽ പറയാം. അന്ന് മുതലാണ് നമ്മൾ ഇതൊരു ദൈവം തരുന്ന എല്ലാം കൈനീട്ടി വാങ്ങുന്നതിലല്ല ഒരു നല്ല പൗരന്റെ ലക്ഷണം എന്നും ഒരു നല്ല ജീവിത നിലവാരത്തിൽ ജീവിക്കാൻ പറ്റുന്ന കുട്ടികളെ മാത്രം ഉണ്ടാക്കി ഈ ഭൂമിയിലേക്ക് വിടുന്നതാണ് നല്ല ഒരു പൗരന്റെ ലക്ഷണം എന്നും മനസ്സിലാക്കിയതും നമ്മൾ ആ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ പ്രവർത്തനം തന്നെയാണ്, അദ്ദേഹത്തിനെ തന്നെയാണ് നമ്മളതിന് അഭിനന്ദിക്കേണ്ടത്. പിന്നെ അവിടെ നിന്നിട്ട് ആരോഗ്യവകുപ്പിന്റെ കൃത്യമായ പ്രവർത്തനം കൊണ്ടും അവരുടെ ഒരു ബോധവൽക്കരണം കൊണ്ടും ഒക്കെയാണ് ഇവിടെയുള്ള ആളുകൾ ജനസംഖ്യ നിയന്ത്രിക്കാൻ തുടങ്ങിയതും. 1-2 നാം 1 നമുക്ക് 2, നല്ല നാം 1 നമുക്കൊന്ന്, അങ്ങനെയൊക്കെയുള്ള അവരുടെ ഒരു ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന ഓരോ വാക്കുകൾ കൊണ്ടുമാണ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ ജനസംഖ്യ എന്ന് പറയുന്ന സംഭവം നിയന്ത്രിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. എന്നിട്ടും നമ്മളിവിടെ അതിനൊന്നും തയ്യാറാവാത്ത എത്രയോ ആളുകളുണ്ട്. അവർക്ക് അവരുടെ കുട്ടികളെ വളർത്താൻ സാധിക്കുമെങ്കിൽ അവര് അത്ര കുട്ടികൾ ഉണ്ടായിക്കോട്ടെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ ചൈന പോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ ഒരു ജനസംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഉണ്ടാവുന്ന കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ടാക്സ് അടയ്ക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് നിയന്ത്രിച്ചിട്ടുള്ളതെന്ന് വേണം. അപ്പോൾ ദൈവം തരുന്നു അതുകൊണ്ട് ഞാൻ കൈനീട്ടി വാങ്ങുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അജിതയും അജിതയുടെ ഹസ്ബൻഡും ആ കുട്ടികളെ നല്ല രീതിയിൽ, ഇപ്പൊ ഈ ദൈവം തന്ന 4 കുട്ടികളെയും നല്ല രീതിയിൽ നോക്കി വളർത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ദൈവം തന്നു കൈനീട്ടി വാങ്ങി എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ അജിതയുടെ 4ാമത്തെ കുട്ടി ചെറിയൊരു കുട്ടിയാണ്, കൈക്കുഞ്ഞ് എന്ന് വെച്ചാൽ
അജിത ഇനിയും ചിലപ്പോൾ കുട്ടികൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈ അജിത പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അജിതയുടെ സാഹചര്യം വളരെ മോശമാണ്. അജിതയ്ക്ക് കാട്ടില് ആണ്, വീടില്ല, കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല, മൂത്ത കുട്ടി വയ്യാത്ത കുട്ടിയാണ്, പിന്നുള്ളൊരു കുട്ടീനെ അജിത ഹോസ്റ്റലിൽ നിർത്തിയാണ്. അപ്പോൾ അജിത ജോലിക്ക് പോകുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ, ഈ മൂത്ത വയ്യാത്ത കുട്ടിയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അതൊക്കെ വളരെ വിഷമമുള്ള കാര്യമാണ്. ജീവിതം മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ വളരെ വിഷമം ഉണ്ടാക്കുന്ന, നമ്മളത് കേട്ടിട്ട് കരഞ്ഞു പോകുന്ന ഒരു സ്റ്റോറി തന്നെയാണത്, അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതം തന്നെയാണത്. പക്ഷെ അത് കേട്ടിട്ട് ഈ ദീപ്തി എന്ന് പറയുന്ന വ്യക്തി കരഞ്ഞിരിക്കുകയല്ല വേണ്ടത്, അജിതയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇനിയെങ്കിലും മുന്നോട്ട് ജീവിക്കാനുള്ള വഴികൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇനിയെങ്കിലും കുട്ടികളെ നിയന്ത്രിക്കുക. ഇത്ര കുട്ടികൾ, ഇനി ഒരു കുട്ടി ഉണ്ടാവാതെ, ഇനി ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ഒരു ജീവനെ കൂടെ കൊണ്ടുവരാതെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് പോകാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ദീപ്തി പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ആ മോളെ എങ്ങനെ വളരുമായിരുന്നു അതുപോലെ അജിതയുടെ വീട്ടിൽ ഇനി ആ കുട്ടി വളരാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി തരും എന്ന് പറയുന്നുണ്ട്. ദീപ്തിക്ക് ഈ വീഡിയോ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന് മുൻപ് ദീപ്തിക്ക് ചിന്തിച്ചൂടെ, ഇങ്ങനെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇടയിൽ നെഗറ്റീവ് വരുന്നു, തീർച്ചയായിട്ടും പരാതി വരുന്നു വ്യക്തമായിട്ട് അറിയുന്ന ആളായിരിക്കും ദീപ്തി. ദീപ്തിക്ക് ഇത് ആദ്യം അജിതയോട് പറയാവുന്നേ ഉള്ളൂ. അജിതയുടെ വീട്ടിൽ ആ കുട്ടി നല്ല സുരക്ഷിതമായിട്ട് വളരാനുള്ള കാര്യങ്ങൾ ഞാൻ അജിതയ്ക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ ചെയ്തു കൊടുത്ത് ഒരു കണ്ടന്റ് ആക്കാവുന്ന ഒരു വിഷയം മാത്രമായിരുന്നു അത് എന്നുള്ളതാണ്. അത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടത് കൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ ദീപ്തിക്ക് ഇനിയും ചെയ്യാവുന്നതേ ഉള്ളൂ. ആ കുട്ടിക്ക്, അജിത എന്ന് പറയുന്ന കുട്ടിക്ക് പുറം ലോകത്ത് വന്നിട്ട് ജീവിക്കണം എന്നൊരു ആഗ്രഹം പറയും. അപ്പൊ അതിനുള്ളൊരു വീട് അല്ലെങ്കിൽ ഒരു സാഹചര്യം, അതൊക്കെ ദീപ്തി എന്ന് പറയുന്ന വ്യക്തി വിചാരിച്ചാൽ സാധിക്കാവുന്നേ ഉള്ളൂ. അവരെ സഹായിക്കാൻ ഒരുപാട് സുമനസ്സുകളായിട്ടുള്ള ആളുകൾ അതിന്റെ അടിയിൽ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ദീപ്തിയോട് ആരോ കമന്റ് ഇട്ട്, അല്ല ദീപ്തി തന്നെ അതിനൊരു മറുപടി ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആരോ പറഞ്ഞിട്ടുണ്ട്, അജിതയെ നിങ്ങളുടെ വീട്ടിൽ, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അജിതയെ സ്വന്തം വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കുട്ടികളെ നിങ്ങൾക്ക് നോക്കുകയും ചെയ്യാം, അജിതയ്ക്ക് അവിടെ എന്തെങ്കിലും ജോലി ചെയ്യാന്ന് പറയുന്നുണ്ട്. അതിന് ദീപ്തി കൊടുത്തൊരു മറുപടി, അവരുടെ വീട്ടിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, കുറെ പട്ടിയുണ്ട്, മനുഷ്യന്മാരുണ്ട്, ആ വീടിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതിലും അധികം അംഗങ്ങൾ ആ വീട്ടിലുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ദീപ്തി പിന്നെ കൊടുത്തൊരു മറുപടി, എനിക്കും അമ്മയ്ക്കും കൂടെ ഈ 2 കുട്ടികളെയും, ഇപ്പൊ അജിത വന്ന് നിൽക്കുകയാണെങ്കിൽ അജിതയുടെ ചെറിയ കുട്ടിയുണ്ട് അല്ലെ, മൂത്ത വയ്യാത്ത കുട്ടിയുണ്ട്, ഇപ്പൊ ഇവര് കൊണ്ടുവന്ന കുട്ടിയുണ്ട്, പിന്നെ അജിതയുടെ ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ അജിത ജോലിക്ക് പോകുന്ന സമയത്ത് വയ്യാത്ത എനിക്കും അമ്മയ്ക്കും കൂടെ ആ കുട്ടികളെ നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോ ഈ അജിത ഇല്ലാതെ തന്നെ ഈ കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ദീപ്തിക്ക് എങ്ങനെയാണ് ആ കുട്ടിയെ നോക്കാൻ സാധിക്കുക? വയ്യാതെ ഇരിക്കുന്ന ദീപ്തിക്കും അമ്മയ്ക്കും എങ്ങനെയാണ് ആ കുട്ടിയെ നോക്കാൻ സാധിക്കുക? അല്ലാതെ തന്നെ അവിടെ ഒരു കുട്ടിയുണ്ട്, അവരുടെ ബ്രദറിന്റെ കുട്ടി, കിടു എന്ന് പറഞ്ഞ കുട്ടി അവിടെ ഉണ്ട്. അപ്പോ എന്തൊക്കെയോ ന്യായങ്ങൾ പറയുന്നു എന്ന് ആളുകൾ കമന്റ് ഇടുന്നതിന് എന്ത് തെറ്റാ പറയാൻ പറ്റുക? അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചില്ലെങ്കിലും അവർക്ക് അവരുടെ വീടിനോട് ചേർന്ന് എവിടെയെങ്കിലും ഒരു 3 സെന്റ് സ്ഥലം എഴുതി കൊടുത്തിട്ട് പഞ്ചായത്തിൽ അപേക്ഷിച്ചിട്ട് ഒരു ലൈഫ് മിഷന്റെ വീട് വാങ്ങാൻ പറ്റേ, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ വേണ്ട, സുമനസ്സുകളായ എത്രയോ ആളുകൾ അതിന്റെ അടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് പകരം വെറുതെ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് നീ കാട്ടിൽ പോയി ജീവിക്കുമ്പോൾ ഞാൻ എല്ലാ സഹായം ചെയ്തു തരും എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല എന്നേ പറയാൻ. ഞാൻ ദീപ്തിയെ മോശമാക്കിയിട്ട് പറഞ്ഞല്ല, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സെന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾക്കേ ഉണ്ടാവുള്ളൂ. അത് ഒരുപാടുള്ള ഒരാളാണ് ദീപ്തി. ദീപ്തിയോട് എനിക്ക് പല കാര്യങ്ങളിലും ബഹുമാനമാണ്. പക്ഷെ ഈ ഒരു കണ്ടന്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുമ്പോൾ ഇങ്ങനെ ആളുകൾ പ്രതികരിക്കുന്നുള്ളൂ എന്ന് ആ ആദ്യത്തെ വീഡിയോ കാണുന്ന സമയത്തെ പലർക്കും മനസ്സിലായതാണ്. ദീപ്തിക്ക് അത് മനസ്സിലായില്ല എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യമാണ് എന്നുള്ളതാണ്. ഇത് ദീപ്തിയെ മോശമാക്കാൻ വേണ്ടിയിട്ടോ അജിതയെ മോശമാക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്തൊരു വീഡിയോ അല്ല. ഇപ്പൊ അജിത പറയുന്നൊരു കാര്യമുണ്ട്, അജിത ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് 500 രൂപയ്ക്ക് എന്റെ അച്ഛൻ എന്നെ വിറ്റ് കളഞ്ഞതാണെന്ന് വളരെ വിഷമത്തോടു കൂടി അജിത പറയുന്നത് വളരെ വിഷമമുള്ള കാര്യം തന്നെ. പക്ഷെ അതേ സാഹചര്യത്തിൽ എത്തിപ്പെടുത്തി സ്വന്തം കുട്ടികളെ കുറെ കുട്ടികളെ ഉണ്ടാക്കി വെച്ച് ആ സാഹചര്യത്തിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കരുത്. അജിത പൈസയ്ക്ക് വേണ്ടി വിൽക്കുന്നല്ല പറയുന്നത്, പക്ഷെ സ്വന്തം കുട്ടികൾ സ്വന്തം നമ്മുടെ ജീവിച്ചിരിക്കുന്ന കാലം നമ്മുടെ കൂടെ വളരാനുള്ള സാഹചര്യം നേടിയെടുക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഉള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ശീലിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ദീപ്തിയെക്കുറിച്ചും ദീപ്തിയും ഇത്ര ഒരു ലാഘവത്തോടു കൂടിയല്ല ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്, ഇത് ഈ രീതിയിലേ വരുള്ളൂ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, ആ കുട്ടിയുടെ തുടർന്നുള്ള കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ദീപ്തിക്ക് സാധിക്കട്ടെ, അല്ലെങ്കിൽ അജിതയെ ഹെൽപ്പ് ചെയ്യാൻ ദീപ്തിക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ഇതൊരു മോശമായിട്ടോ ഒന്നും പറഞ്ഞതല്ല, ഇത് നമ്മളൊരു വികാരം വിക്ഷുബ്ധരായിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് സങ്കടത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയം മാത്രമല്ല ഇത് എന്നുള്ളതാണ്. എന്തായാലും എല്ലാവർക്കും നന്ദി.